നമ്മൾ നോക്കുന്നത് ജാവാസ്ക്രിപ്റ്റ് ഓപ്പറേറ്റേഴ്സ് ആണ്. ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് സിമ്പിൾസ് അല്ലെങ്കിൽ കീവേഡ്സ് ആണ് ജാവാസ്ക്രിപ്റ്റിലെ. അതെന്തിനാണ് ഈ സിമ്പിൾസ് അല്ലെങ്കിൽ കീവേഡ്സ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ വാല്യൂസിനകത്ത് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ടാണ്. എന്നിട്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുമ്പോൾ നമുക്കൊരു റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സിമ്പിൾസ് അല്ലെങ്കിൽ കീവേഡ്സ് ആണ്. ഈ ടൈപ്സ് ഓഫ് ജാവാസ്ക്രിപ്റ്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ടൈപ്സ് ഓഫ് ജാവാസ്ക്രിപ്റ്റ് ഓപ്പറേറ്റേഴ്സ് ആണ്. നമുക്ക് ഫസ്റ്റ് തന്നെ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഈ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാത്തമാറ്റിക്കൽ, ആ സിമ്പിൾസ് അല്ലെങ്കിൽ കീവേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാനായിട്ടാണ്. അപ്പൊ നമ്മൾ ലെറ്റ് എ ഈസ്ക്വൽ ടു 10 ബി ഈസ്ക്വൽ ടു 3 എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വാല്യൂ, നമ്മൾ രണ്ട് വേരിയബിൾ ഉണ്ട്, അതിനകത്ത് വാല്യൂസ് അസൈൻ ചെയ്തിട്ടുണ്ട്. കൺസോൾ ഡോട്ട് ലോഗ് എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പ്ലസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 എന്ന് പറഞ്ഞ അഡീഷൻ ആണ്. എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മൈനസ് 3 7 ആണ്, സബ്ട്രാക്ഷൻ ആണ്. കൺസോൾ ഡോട്ട് ലോഗ് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഇൻറ്റു 3 30 മൾട്ടിപ്ലിക്കേഷൻ. കൺസോൾ ഡോട്ട് ലോഗ് എ ഡിവൈഡഡ് ബൈ ബി 30 എ എന്താണ് എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 7 എന്ന് കിട്ടി. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 30 എന്ന് കിട്ടി. പിന്നെ എ ഡിവൈഡഡ് ബൈ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.333 എന്ന് പറഞ്ഞ് ഡിവിഷൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ വാല്യൂ കിട്ടി. ഇനി എന്നാന്ന് വെച്ചാൽ മോഡുലസ് ചെയ്യുന്നു. 10 ഡിവൈഡ് ബൈ 3, അതിന്റെ റിമൈൻഡർ എന്താണോ അതായിരിക്കും ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞ, അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ വാല്യൂ റിസൾട്ട് എന്ന് പറഞ്ഞാൽ. അപ്പൊ മോഡുലസ് എന്നാണ് ഈ ഓപ്പറേറ്ററിന്റെ പേര്. പിന്നെ ഇത് എക്സ്പോണൻഷിയേഷൻ എന്ന് പറയും. ഇത് എന്നാന്ന് വെച്ചാൽ എക്സ്പോണൻഷിയേഷൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്. 10 റേസ് ടു 3 എത്രയാണ്? 1000 ആണ്. അതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇത് എക്സ്പോണൻഷിയേഷൻ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ആണ്. അപ്പൊ ഇതിനകത്ത് 6 ടൈപ്പ് ഇതാണ്. പിന്നെ വേറെ ഉണ്ട് ഇൻക്രിമെന്റും അറിത്മെറ്റിക് ഓപ്പറേറ്ററിൽ വന്നതാണ്. ലെറ്റ് എക്സ് ഈക്വൽ ടു 5. എക്സ് എന്നതിന്റെ വാല്യൂ 5 എന്നാണ്. നമ്മൾ എന്നാന്ന് വെച്ചാൽ കൺസോൾ ഡോട്ട് ലോഗ് പ്ലസ് പ്ലസ് ഇൻക്രിമെന്റിന്റെ ആദ്യം തന്നെ പോസ്റ്റ്, ഇതിനെ നമ്മൾ പ്രിഫിക്സ് എന്ന് പറയും. പ്രിഫിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇൻക്രിമെന്റ് ബിഫോർ റിട്ടേണിങ്, അതായത് ആദ്യമേ വാല്യൂന് ഇൻക്രിമെന്റ്, ഇപ്പൊ എക്സിന്റെ വാല്യൂ 5 ആന്ന് വെച്ചു, ആ 5ന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തിട്ട് ആയിരിക്കും നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യും. റിട്ടേൺ ചെയ്യണതിന് മുമ്പ് തന്നെ ഇൻക്രിമെന്റ് ചെയ്യും വാല്യൂ. അപ്പൊ ഇതിനകത്ത് നമ്മൾ പ്രിഫിക്സ് ആയത് കാരണം ആദ്യമേ 5ന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തു, 6 ആയി. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മൾ റിട്ടേൺ ചെയ്യണം. അപ്പൊ 6 പ്രിന്റ് ചെയ്യും, 6 എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കൺസോൾ ഡോട്ട് ലോഗ് എസ് പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. എസ് പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞ പോസ്റ്റ് ഫിസ് ആണ്. ആദ്യമേ തന്നെ വാല്യൂ എന്താണോ, ആദ്യത്തെ വാല്യൂ എന്ന് പറഞ്ഞ കറന്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആണ്. അപ്പൊ 6നെ പ്രിന്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് 6നെ ആദ്യമേ റിട്ടേൺ ചെയ്യുന്നു. അപ്പൊ കൺസോളിൽ 6 എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഇൻക്രിമെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്നാ കൺസോൾ ഡോട്ട് ലോഗ് ഒന്നും കൂടി എക്സിനെ നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോഴത്തേക്ക് റിട്ടേൺ ചെയ്ത വാല്യൂ എന്താണ്? ഇൻക്രിമെന്റ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ്. അതാണ് 7 എന്ന് പറഞ്ഞു വരുന്നത്. പ്രിഫിക്സും പോസ്റ്റ് ഫിക്സും തമ്മിലുള്ള ഇതാണ്. പിന്നെ ഡിക്രിമെന്റ് എന്ന് പറയുന്നത് ലെറ്റ് y ഈസ്ക്വൽ ടു 5 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ആണ്. അപ്പൊ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺസോൾ ഡോട്ട് ലോഗ് പ്രിഫിക്സ് ആണ്. ആദ്യമേ തന്നെ മൈനസ് മൈനസ് y എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ 5 എന്ന് പറഞ്ഞ വാല്യൂവിനെ ഡിക്രിമെന്റ് ചെയ്യും. എന്നിട്ട് അതിനെ നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. അപ്പൊ 5നെ ഡിക്രിമെന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിനെ റിട്ടേൺ ചെയ്യും. അപ്പൊ നെക്സ്റ്റ് നമ്മൾ കൺസോൾ ഡോട്ട് ലോഗ് y മൈനസ് മൈനസ് എന്ന് പറഞ്ഞിട്ട് എഴുതുമ്പോഴത്തേക്കും ന്റെ വാല്യൂ, കറന്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ആണ്. അപ്പൊ ആദ്യം ഇതിനെ നമ്മൾ പോസ്റ്റ് ഫിസ് എന്നാണ് പറയുന്നത്. പോസ്റ്റ് ഫിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ റിട്ടേൺ ചെയ്യുന്നു, വാല്യൂ എന്താണോ റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ കൺസോളിൽ പ്രിന്റ് ചെയ്യണ 5 എന്നായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് റിട്ടേൺ ദെൻ ഡിക്രിമെന്റ്, പിന്നെ ഡിക്രിമെന്റ് ചെയ്യുന്നു. അപ്പൊ 4ന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്രിമെന്റ് ആയി 3 ആയി. പിന്നെ നമ്മൾ അതിനെ പ്രിന്റ്, ഈ ന്റെ വാല്യൂ നമ്മൾ പ്രിന്റ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് കൺസോൾ ഡോട്ട് ലോഗ് y 3 എന്ന് പറഞ്ഞിട്ടായിരിക്കും കിട്ടുന്നത്. ഡിക്രിമെന്റ് ചെയ്ത വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഇതാണ് നമ്മളുടെ അർഥമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
ഇനി എന്നാന്ന് വെച്ചാൽ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്. അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് യൂസ് ടു അസൈൻ വാല്യൂസ് ടു വേരിയബിൾസ്. വേരിയബിൾസിലേട്ട് വാല്യൂസിനെ അസൈൻ ചെയ്യാനായിട്ടാണ് നമ്മൾ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വേരിയബിൾസിലേട്ട് വാല്യൂസിനെ അസൈൻ ചെയ്യാനായിട്ടാണ് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ലെറ്റ് എസ് ഈക്വൽ ടു 5 എന്ന് പറയുന്നത് അസൈൻമെന്റ് ആണ്. എസ് പ്ലസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഈക്വൽ ടു എസ് പ്ലസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. 5 പ്ലസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8. എസിലേട്ട് 8 എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്, അതിനെ നമ്മൾ അഡീഷൻ അസൈൻമെന്റ് എന്ന് പറഞ്ഞു വരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എസ് മൈനസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എസ് ഈക്വൽ ടു എസ് മൈനസ് 2 6 സബ്ട്രാക്ഷൻ അസൈൻമെന്റ് എന്ന് പറഞ്ഞു വരുന്നു. 8 5 പ്ലസ് 3 8 അഡീഷൻ അസൈൻമെന്റ്. എസ് മൈനസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഈക്വൽ ടു എസ് മൈനസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മൈനസ് 2 8 മൈനസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആണ്. അതിനെ നമ്മൾ സബ്ട്രാക്ഷൻ അസൈൻമെന്റ് എന്ന് പറഞ്ഞു വരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എസ് സ്റ്റാർ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ശരിക്കും എസ് സ്റ്റാർ ഈക്വൽ ടു എന്ന് പറയുന്ന അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്താണ് ശരിക്കും ഒറിജിനൽ ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഈക്വൽ ടു എസ് ഇൻറ്റു 4, അതായത് എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 4 എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്നാ 24 എന്ന്, അതിന് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ അസൈൻമെന്റ് എന്നാണ് പറയുന്നത്. പിന്നെ ഇത് ഷോർട്ട് ഫോം ആണ്. ഈ സെന്റൻസിന് നമ്മൾ ഷോർട്ട് ആയിട്ട് എഴുതുന്നതാണ് ഇത് എന്ന് പറഞ്ഞാൽ. പിന്നെ എന്നാന്ന് വെച്ചാൽ എസ് സ്ലാഷ് ഈക്വൽ ടു 6 എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. എസ് ഈക്വൽ ടു എസ് സ്ലാഷ് 6. എക്സിന്റെ വാല്യൂ എന്താണ് 24/6 എന്ന് പറഞ്ഞാൽ നമുക്ക് 4 എന്ന് കിട്ടും. അതിനെ നമ്മൾ ഡിവിഷൻ അസൈൻമെന്റ് എന്ന് പറയും. എസ് മോഡുലസ് ഈക്വൽ ടു 3. അപ്പൊ നമ്മൾ എന്നാന്ന് വെച്ചാൽ നമുക്ക് റിമൈൻഡർ അല്ല, അപ്പൊ എസ് ഈക്വൽ ടു എക്സിലേട്ട് തന്നെ അസൈൻ ചെയ്യുന്നു. എന്നിട്ട് എക്സ് മോഡുൽ 3 എക്സില് എക്സ് വെച്ചിട്ട് മോഡുലസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആ എക്സിലേട്ട് തന്നെ സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് റിമൈൻഡർ എന്താണ്, ഇപ്പൊ എസ് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മോഡുലസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ ആയിട്ട് 1 എന്നാണ് കിട്ടുന്നത്. എക്സ്പോണൻഷിയേഷൻ അസൈൻമെന്റ് ആണിത്. എക്സ്പോണൻഷിയേഷൻ അസൈൻമെന്റിനകത്ത് ആദ്യമേ എക്സിനകത്തേട്ട് എക്സ് എക്സ്പോണൻഷിയേഷൻ 2 കണ്ടുപിടിക്കുന്നു. എക്സ്പോണൻഷിയേഷൻ 2 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 1 ആണ്. 1 raised to 2 എന്ന് പറഞ്ഞ 1 ആണ് എക്സ്പോണൻഷിയേഷൻ അസൈൻമെന്റ് എന്ന് പറയും. ഇതാണ് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ അപ്പൊ ഈക്വൽ ടു പ്ലസ് ഈക്വൽ ടു സബ്ട്രാക്ഷൻ അഡീഷൻ അസൈൻമെന്റ്, സബ്ട്രാക്ഷൻ അസൈൻമെന്റ്, മൾട്ടിപ്ലിക്കേഷൻ അസൈൻമെന്റ്, ഡിവിഷൻ അസൈൻമെന്റ്, റിമൈൻഡർ അസൈൻമെന്റ്, എക്സ്പോണൻഷിയേഷൻ അസൈൻമെന്റ്, ഇത്രയാണ് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അസൈൻമെന്റ്, സിമ്പിൾ അസൈൻമെന്റ്. അപ്പൊ 7 ടൈപ്പ് ഉണ്ട്. മനസ്സിലായോ? ഈ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂസിനെ കമ്പയർ ചെയ്യാനായിട്ടാണ് നമ്മൾ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ടാണ് നമ്മൾ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അത് എന്തായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്? ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. ലെറ്റ് എ ഈക്വൽ ടു 5, ബി ഈക്വൽ ടു ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ 5 എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. അപ്പൊ ഇക്വാളിറ്റി ഓപ്പറേറ്റർ കൺസോൾ ഡോട്ട് ലോഗ് എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞിട്ട് വരുവാണെങ്കിൽ എ ഈക്വൽ ടു ബി, ഇക്വാളിറ്റി ഓപ്പറേറ്ററിനകത്ത് എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞിട്ട് വരുവാണ് ട്രൂ. ലൂസ് ഇക്വാളിറ്റി ചെക്സ് വാല്യൂ ഓൺലി, അതായത് എന്റെ വാല്യൂ 5, ബിന്റെ വാല്യൂ എന്താണ് സ്ട്രിങ് ആണ്. അപ്പൊ ഈ രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ ആണ്. ലൂസ് ഇക്വാളിറ്റി ചെക്സ് വാല്യൂ ഓൺലി, അതായത് ഇതിനകത്ത് വാല്യൂ മാത്രമാണ് ചെക്ക് ചെയ്യുന്നുള്ളൂ. കാരണം ഇതിനകത്ത് നമ്മൾ ടൈപ്പ് നോക്കുന്നില്ല, സ്ട്രിങ്, നമ്പർ അങ്ങനെ ടൈപ്പ് നമ്മൾ നോക്കുന്നില്ല. ഇത് ലൂസ് ഇക്വാളിറ്റി എന്ന് നമ്മൾ പറയുന്നു. ഇതിനകത്ത് വാല്യൂ മാത്രമാണ് ചെക്ക് ചെയ്യുന്നുള്ളൂ. ഇതിനെ നമ്മൾ ഇക്വാളിറ്റി ഓപ്പറേറ്റർ എന്ന് പറയും. ഇനി എന്നാന്ന് വെച്ചാൽ ഈ 3 ഈക്വൽ ടു ഉള്ളതിനെ നമ്മൾ സ്ട്രിക്റ്റ് ഇക്വാളിറ്റി ഓപ്പറേറ്റർ എന്ന് പറയും. ഇതിനകത്ത് നമ്മൾ എന്നാന്ന് വെച്ചാൽ വാല്യൂനെയും ടൈപ്പിനെയും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് 5ഉം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്പറും സ്ട്രിങ്ങും ആണ്.
അപ്പൊ ഇതിനകത്ത് വാല്യൂസ് സെയിം ആണ്, പക്ഷെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആണ്. അത് കാരണം നമുക്ക് വാല്യൂ റിട്ടേൺ ചെയ്യുന്നത് ഫാൾസ് എന്നായിരിക്കും. ഈ ഇൻഇക്വാളിറ്റി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസോൾ ഡോട്ട് ലോഗ് എ നോട്ട് ഈക്വൽ ടു ബി, ഇതിനെയാണ് നമ്മൾ നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ ഇൻഇക്വാളിറ്റി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇൻഇക്വാളിറ്റി ഓപ്പറേറ്റർ എ നോട്ട് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ 5 നോട്ട് ഈക്വൽ ടു ബി, അതായത് 5 നോട്ട് ഈക്വൽ ടു ഡബിൾ കോട്സിന്റെ ഉള്ളിൽ സ്ട്രിങ് 5 എന്ന് പറഞ്ഞിട്ട് എഴുതുവാണെങ്കിൽ 5 നോട്ട് ഈക്വൽ ടു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രൂ ആണോ? 5ഉം ഇതും തമ്മിൽ സെയിം ആണോ? അപ്പൊ അത് എന്താണ്? ലൂസ് ഇൻഇക്വാളിറ്റി ആണ്. 5 നോട്ട് ഈക്വൽ ടു 5 ഈക്വൽ ടു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇതിനകത്ത് വാല്യൂസ് മാത്രമാണ് ചെക്ക് ചെയ്യുന്നത്. വാല്യൂസ് ചെക്ക് ചെയ്യുമ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ 5 നോട്ട് ഈക്വൽ ടു 5 എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ഈക്വൽ ടു എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഫാൾസ് ആണ്. മനസ്സിലായോ? കാരണം ഇത് രണ്ടും വാല്യൂസും സെയിം ആണ്. അതാണ് ഫാൾസ് ആയിട്ട് വന്നത്. ഇത് ലൂസ് ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നത്. ഈ സ്ട്രിക്റ്റ് ഇൻഇക്വാളിറ്റി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസോൾ ഡോട്ട് ലോഗ് എ നോട്ട് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് ഇൻഇക്വാളിറ്റി എന്ന് നമ്മൾ പറയുന്നു. സ്ട്രിക്റ്റ് ഇൻഇക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്ട്രിക്റ്റ് ഇൻഇക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രൂ എന്നാണ്. കാരണം ഇതിനകത്ത് വാല്യൂസ് നോക്കുന്നുണ്ട്, ടൈപ്പും നോക്കുന്നുണ്ട്. രണ്ടും നോക്കണത് കാരണം സ്ട്രിക്റ്റ് ഇൻഇക്വാളിറ്റി ഓപ്പറേറ്റർ എന്നാണ് ഞാൻ പറയുന്നത്. കൺസോൾ ഡോട്ട് ലോഗ് എ നോട്ട് ഈക്വൽ ടു ബി, ഇതിനെ നമ്മൾ സ്ട്രിക്റ്റ് ഇൻഇക്വാളിറ്റി ഓപ്പറേറ്റർ എന്നാണ് പറയുന്നത്. ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്റർ. അപ്പൊ മനസ്സിലായോ? 5ഉം പിന്നെ സ്ട്രിങ് 5ഉം നമ്പർ 5ഉം തമ്മിൽ നോട്ട് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ഉം ഇതും ഈക്വൽ അല്ല എന്ന് പറഞ്ഞാൽ ശരിയാണ്. കാരണം അത് ഒരെണ്ണം നമ്പർ ടൈപ്പും ഒരെണ്ണം സ്ട്രിങ് ടൈപ്പും ആണ്. പിന്നെ വാല്യൂസ് മാത്രമാണ് സെയിം. മനസ്സിലായോ? അപ്പൊ ഇത് സ്ട്രിക്റ്റ് ഇൻഇക്വാളിറ്റി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഇത് ട്രൂ ആണ്. വാല്യൂ എന്ന് പറഞ്ഞാൽ ട്രൂ ആണ്. ഇനി ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്തു. എന്റെ വാല്യൂ 5 ആണ്. 5 ഗ്രേറ്റർ ദാൻ 3 ആണോ? ആണ്. അപ്പൊ ട്രൂ എന്ന് പറഞ്ഞ് എഴുതുന്നു. ഈ ലെസ് ദാൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ് ഓപ്പറേറ്റർ ചെക്ക് ചെയ്യുന്നത് എ ലെസ് ദാൻ 5 ലെസ് ദാൻ 10 ആണോ? ട്രൂ ആണ്. ഗ്രേറ്റർ ദാൻ ഈക്വൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 5 ആണോ? ട്രൂ എന്നാണ്. ലെസ് ദാൻ ഈക്വൽ ഓപ്പറേറ്റർ 5 ലെസ് ദാൻ ഈക്വൽ ടു 4 എന്നാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. 5 ലെസ് ദാൻ ഈക്വൽ ടു 4 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ ട്രൂ. 5 ലെസ് ദാൻ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 5 ലെസ് ദാൻ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൾസ് അല്ലേ? അപ്പൊ അതിനെയാണ് നമ്മൾ ലെസ് ദാൻ ഈക്വൽ ടു ഓപ്പറേറ്റർ ഫാൾസ് ആണ്. ഇതാണ് നമ്മുടെ കമ്പാരിസൺ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്ട്രിങ് ഓപ്പറേറ്റേഴ്സ് ആണ്. അതായത് നമുക്ക് സ്ട്രിങ്സിനെ നമുക്ക് ജോയിൻ ചെയ്യാനും കമ്പൈൻ ചെയ്യാനുമാണ് നമ്മൾ ജോയിൻ ചെയ്യാനും കമ്പൈൻ അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യാനുമാണ് നമ്മൾ സ്ട്രിങ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് സ്ട്രിങ് ഓപ്പറേറ്റർ രണ്ടെണ്ണം ഉണ്ട്. കോൺകാറ്റിനേറ്റ് ഓപ്പറേറ്റർ. ഫസ്റ്റ് കോൺകാറ്റിനേറ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ലെറ്റ് ഫസ്റ്റ് ഈക്വൽ ടു ഹലോ എന്ന് വന്നിട്ട് നമ്മൾ രണ്ട് വേരിയബിൾ ലാസ്റ്റ് ഈക്വൽ ടു വേർഡ് എന്ന് പറഞ്ഞ രണ്ട് വേരിയബിൾസിനെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കൺസോൾ ഡോട്ട് ലോഗ് ഫസ്റ്റ് പ്ലസ് പിന്നെ ഡബിൾ കോട്സ്. അപ്പൊ ഇതിനകത്ത് പ്ലസ് ഓപ്പറേറ്റർ ഇല്ലേ, ഇതിനെയാണ് നമ്മൾ കോൺകാറ്റിനേറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. പ്ലസ് ഇപ്പൊ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലോ ആണ്. പ്ലസ് ഡബിൾ കോട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ കോട്സിന്റെ ഉള്ളിൽ സ്പേസ് ആണ് ഉദ്ദേശിക്കുന്നത്. പ്ലസ് ലാസ്റ്റ്. അപ്പൊ ഹലോ സ്പേസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് കൺസോളിൽ പ്രിന്റ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ആ പ്ലസിനെയാണ് നമ്മൾ കോൺകാറ്റിനേറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ടെസ്റ്റ് ഈക്വൽ ടു ഹൈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. ഈ കോൺകാറ്റിനേറ്റ് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടെസ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് ഒരു വാല്യൂ ഉണ്ട് ഹൈ എന്ന് പറഞ്ഞിട്ട്, അതിനകത്തേട്ട് എന്താണ് കോൺകാറ്റിനേറ്റ് ചെയ്തിട്ട് എന്താണ് ദർ എന്ന് പറഞ്ഞ വാല്യൂവിനെ നമ്മൾ അസൈൻ ചെയ്യുന്നു.
അതാണ് കോൺകാറ്റിനേറ്റ് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ടെസ്റ്റ് പ്ലസ് ഈക്വൽ ടു ദർ, ഹായ് ദർ എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. കോൺകാറ്റിനേറ്റ് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. ടെസ്റ്റ് പ്ലസ് ഈക്വൽ ടു ദർ, ഹായ് ദർ എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. ഇനി ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഡ് ഫോർ കമ്പൈനിങ് കണ്ടീഷൻസ്. അസൈൻമെന്റ് ഓപ്പറേറ്റർ ഇനി എന്നാന്ന് വെച്ചാൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഡ് ഫോർ കമ്പൈനിങ് കണ്ടീഷൻസ് കമ്പൈൻ ചെയ്യാനായിട്ടാണ് നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലെറ്റ് ഏജ് ഈക്വൽ ടു 20. അതായത് കണ്ടീഷൻസ് കമ്പൈൻ ചെയ്യാനായിട്ടാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ലെറ്റ് ഏജ് ഈക്വൽ ടു 20 ഗ്രേറ്റർ ദാൻ 18, ആംപസാൻഡ് ഏജ് ലെസ് ദാൻ 30. ഇപ്പൊ 20 ഗ്രേറ്റർ ദാൻ 18 ആൻഡ് ഏജ് ലെസ് ദാൻ 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോജിക്കൽ ഓപ്പറേറ്റർ. അതിനെ നമ്മൾ ട്രൂ ആൻഡ് ഓപ്പറേറ്റർ എന്ന് പറയും. ഈ രണ്ട് ആംപസാൻഡ് സിമ്പിളിനെ നമ്മൾ ആൻഡ് ഓപ്പറേറ്റർ എന്ന് പറയും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ, ആദ്യത്തെ കണ്ടീഷനും സെക്കൻഡ് കണ്ടീഷനും ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ട്രൂ ആണെങ്കിൽ മാത്രം ട്രൂ എന്ന്. അപ്പൊ ഇതിനകത്ത് 20 ഗ്രേറ്റർ ദാൻ 18 ആണ്, 20 ലെസ് ദാൻ 30 ആണ്. അപ്പൊ ഇത് രണ്ടും ട്രൂ ആയത് കാരണം ട്രൂ എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്യുന്നു. അതാണ് ആൻഡ് ഓപ്പറേറ്ററിന്റെ പ്രത്യേകത. അത് രണ്ട് ആംപസാൻഡ് ഉണ്ട്. പിന്നെ കൺസോൾ ഡോട്ട് ലോഗ് ഓർ ഓപ്പറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ലൈൻ ആണ് അത്. അപ്പൊ ആൻഡ് അതാണ് രണ്ട് ലൈൻ വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ. അതാണ് ഓർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതിനകത്ത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ മതി. ഇപ്പൊ 20 ഗ്രേറ്റർ ദാൻ 25 എന്ന് പറഞ്ഞാൽ ഫാൾസ് ആണ്. പക്ഷെ 20 ഗ്രേറ്റർ ദാൻ 25 ഇത് രണ്ടും ഫാൾസ് ആണ്. അപ്പൊ ഇത് നമുക്ക് ഫാൾസ് എന്ന് പറഞ്ഞ് കിട്ടുന്നു. പിന്നെ കൺസോൾ ഡോട്ട് ലോഗ് നോട്ട് ഏജ് ഗ്രേറ്റർ ദാൻ 18. അതായത് 20 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 18 ആണോ, അപ്പൊ അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ഗ്രേറ്റർ ദാൻ 18 ട്രൂ ആണ്. ട്രൂവിന്റെ ഓപ്പോസിറ്റ് എന്താണ്? അപ്പൊ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ഏതാണോ വാല്യൂ അതിന്റെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് നോട്ട് ഓപ്പറേറ്ററിൽ നമ്മൾ കിട്ടുന്നത്. എക്സ്ക്ലമേറ്ററി മാർക്കാണ് നമ്മൾ നോട്ട് ഓപ്പറേറ്ററിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്നാന്ന് വെച്ചാൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ നോക്കി. ഇനി എന്നാന്ന് വെച്ചാൽ ബിറ്റ് വൈസ് ഓപ്പറേറ്റർ ആണ്, ആൻഡ് ഓപ്പറേറ്റർ ആണ്. ആൻഡ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസോൾ ഡോട്ട് ലോഗ് 5 ആംപസാൻഡ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 എന്നാണ്. അപ്പൊ ഇതിന്റെ വാല്യൂ 1 എന്നാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് അങ്ങനെ വാല്യൂ കിട്ടണേന്ന്. 5 ആംപസാൻഡ് 1ന്റെ വാല്യൂ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കണേ എന്ന് പറയാം. ആദ്യമേ തന്നെ ഡെസിമൽ ടു ബൈനറി നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ 5ന്റെ ഡെസിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 101 ആണ്. നമ്മൾ 2 വെച്ചിട്ട് നമ്മൾ നോക്കുക. ഞാൻ കാണിച്ചു തരാം. അപ്പൊ എന്താ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 വെച്ചിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യാണ്. 5 2 2s are 4 1.
പിന്നെ എന്താ നമ്മൾ 2നെ വെച്ച് ഇത് എടുക്കുന്നു. 2 2 4. 2 1s 2 0. അപ്പൊ എനിക്ക് 101 എന്ന് കിട്ടി. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ ബൈനറി കണ്ടുപിടിക്കേണ്ടത്. 2 വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും, 101 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഇതാണ് ഇത്. അപ്പൊ 1ന്റെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 001 എന്ന് വന്നിട്ട് നമ്മൾ 2 വെച്ചിട്ട് നമ്മൾ LCM കാണുമ്പോഴത്തേക്കും നമുക്ക് 001 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് റൂള് 1 ആൻഡ് 1 ഇത് നമ്മൾ എന്നാന്ന് വെച്ചാൽ 1ഉം 1ഉം 1 ആണ്, അതർവൈസ് 0. അതായത് രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രം 1, രണ്ടും 1 ആണെങ്കിൽ 1 അല്ലെങ്കിൽ 0 എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കുന്നത് 1ഉം 1ഉം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രൂ ആണ്. അപ്പൊ 1 എന്ന് പറഞ്ഞിട്ട് 0 0 0 1 0 0 ഡെസിമല് 1. ഇനി ഓർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 or 1. 5 ബൈനറി 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 101 1 001. എന്താ കൺസോൾ ഡോട്ട് ലോഗ് 5 or 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ നമ്മൾ എന്നാന്ന് വെച്ചാൽ ഓർ ഓപ്പറേറ്റർ എങ്ങനെയാണ്, നമുക്ക് ഈ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സിനകത്ത് ഓർ ഓപ്പറേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യണേന്ന് നമുക്ക് നോക്കാം. എനിക്ക് 5 എന്ന് പറഞ്ഞ വാല്യൂ ആണ് കിട്ടേണ്ടത്. അപ്പൊ ഇതിന്റെ 5ന്റെ ബൈനറി നമ്മൾ കണ്ടുപിടിക്കും. 2 വെച്ചിട്ട് LCM കണ്ടുപിടിച്ചിട്ട് 101 എന്ന് പറഞ്ഞ് കിട്ടുന്നു. 1ന് നമുക്ക് 001 എന്ന് പറഞ്ഞ് കിട്ടുന്നു. അപ്പൊ രണ്ടിന്റെയും ബൈനറി കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് റൂൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1 or 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 എന്നും 0 അല്ലെങ്കിൽ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ഉം എന്നാണ്. 1ഉം 1ഉം അതായത് ഏതെങ്കിലും ഒരെണ്ണം കണ്ടീഷനകത്ത് 1 എന്നാണെങ്കിൽ 1 എന്ന് പറഞ്ഞു കിട്ടും. രണ്ടും 0 ആണെങ്കിൽ 0 എന്ന് പറഞ്ഞു കിട്ടും. മനസ്സിലായോ? ഏതെങ്കിലും വാല്യൂ 1 ആണെങ്കിൽ നമുക്ക് 1 എന്നായിരിക്കും കിട്ടുന്നത്. രണ്ടും 0 ആണെങ്കിൽ നമുക്ക് 0 എന്ന് കിട്ടും. ഏതെങ്കിലും ഒരെണ്ണം 1 ആയാൽ 1 എന്ന് കിട്ടും, രണ്ടും 0 ആണെങ്കിൽ 0 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇതിനകത്ത് 1 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 എന്ന് കിട്ടും, 0 0 0 എന്ന് കിട്ടും, 1 0 1 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പൊ എനിക്ക് ഡെസിമല് 5 എന്ന് പറഞ്ഞ് കിട്ടുന്നു. എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറഞ്ഞിട്ട് വരുന്നു. കൺസോൾ ഡോട്ട് ലോഗ് 5 ഓർ എക്സ്ക്ലൂസീവ് ഓർ 1 എന്ന് വന്നിട്ട് എഴുതുന്നു. ബൈനറി 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 101 എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. 101 എന്ന് പറഞ്ഞ് എഴുതുന്നു. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 001 എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. അപ്പൊ ഇതിനകത്ത് ഡിഫറെന്റ് ബിറ്റ്സ് ആയത് കാരണം 1 എന്നും സെയിം ബിറ്റ്സ് ആണെങ്കിൽ 0 എന്ന് പറഞ്ഞു വരുന്നു. മനസ്സിലായി? ഇത് ഡിഫറെന്റ് ആണ്, ഇതും ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മള് ഡിഫറെന്റ് ബിറ്റ്സ് 1 എന്നും സെയിം ബിറ്റ്സ് 0 എന്നുമാണ് വരുന്നത്. അപ്പൊ ഇതിനകത്ത് 1ഉം 1ഉം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ബിറ്റ്സ് ആണ്. 1ഉം 1ഉം എന്ന് പറഞ്ഞാൽ സെയിം ബിറ്റ്സ് ആയത് കാരണം നമ്മൾ എന്താണ് 0 എന്ന് പറഞ്ഞ് കിട്ടുന്നു. 0 0 സെയിം ബിറ്റ്സ് ആണ്. അപ്പൊ 0 1 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ബിറ്റ്സ് ആണ്. അപ്പൊ 1. അപ്പൊ അതാണ് നമ്മുടെ എക്സ്ക്ലൂസീവ് ഓറിന്റെ, അതായത് ഡിഫറെന്റ് ബിറ്റ്സിന് ആദ്യം തന്നെ നമ്മൾ ഓരോ വാല്യൂന്റെ ബൈനറി കണ്ടുപിടിക്കണം. പിന്നെ ഇത് ഇങ്ങനെ ആരോ പോലെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ എക്സ്ക്ലൂസീവ് ഓർ എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഡിഫറെന്റ് ബിറ്റ്സിന് 1 എന്നും സെയിം ബിറ്റ്സിന് 0 എന്നുമാണ് ഇത് കണ്ടുപിടിക്കുമ്പോൾ. അപ്പൊ എനിക്ക് കിട്ടുന്ന വാല്യൂ 4 എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും. ഇനി എന്നാന്ന് വെച്ചാൽ നോട്ട്, അതിന് നമ്മൾ എന്നാന്ന് വെച്ചാൽ ടിൽഡി സൈൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ സിമ്പിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നോട്ട് ഓപ്പറേറ്ററിന്. എക്സ്ക്ലമേറ്ററി മാർക്ക് അല്ല യൂസ് ചെയ്യുന്നത്. കൺസോൾ ഡോട്ട് ലോഗ് ടിൽഡി 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് -6 എന്ന് പറഞ്ഞ വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ബൈനറി ആദ്യമേ തന്നെ 5ന്റെ 32 ബിറ്റ് സൈൻഡ് ഇന്റീജർ നമുക്കറിയാം. 101ന്റെ ബൈനറി എന്ന് പറഞ്ഞാൽ 101 എന്നാണ്. ഇതിനെ നമ്മൾ 32 ബിറ്റ് സൈൻഡ് ഇന്റീജർ ആയിട്ട് മാറ്റണം. അപ്പൊ ഇത് 32 ബിറ്റ് ആക്കണം.
അപ്പൊ ഇതിന്റെ മുന്നിൽ ഈ 101ന്റെ മുന്നിൽ നമ്മൾ സീറോസ് ആഡ് ചെയ്തിട്ട് 32 ബിറ്റ് സൈൻഡ് ഇന്റീജർ ആയിട്ട് മാറ്റണം. പിന്നെ റൂൾ എന്ന് പറയുന്നത് ഫ്ലിപ്പ് ഓൾ ബിറ്റ്സ്, അതായത് സീറോയിനെ 1. ഇതിന്റെ റൂൾ എന്നാന്ന് വെച്ചാൽ നോട്ട് ഓപ്പറേറ്ററിന്റെ റൂൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഈ 32 ബിറ്റ് സൈൻഡ് ഇന്റീജർ ആയിട്ട് മാറ്റിയിട്ട് എല്ലാ ബിറ്റ്സിനെയും നമ്മൾ ഫ്ലിപ്പ് ചെയ്യണം. അതായത് സീറോയിനെ 1 എന്നും 1നെ 0 ആക്കി മാറ്റണം. അപ്പൊ എനിക്ക് എന്നാ കിട്ടുന്നത്? കണ്ടോ, ഇതിനെല്ലാം സീറോയിനെ 1 ആക്കി, പിന്നെ 1 ഇതിനെ 0, 0 1 1 0 എന്ന് വന്നിട്ട് ഇങ്ങനെ കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് ദിസ് ഈസ് ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ഫോർ -6. അതായത് -6ന്റെ ടൂസ് കോംപ്ലിമെന്റ് എന്താണ് എന്നാണ് പറഞ്ഞേക്കണേ. അപ്പൊ അതെന്താ ടൂസ്? അതായത് ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഈസ് മൈനസ്. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു വാല്യൂ കിട്ടി. അപ്പൊ ഈ ഇങ്ങനെ ഒരു വാല്യൂ കിട്ടുമ്പോ ഈ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് അതിന്റെ വാല്യൂ എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കണം? -6 എന്നാണ് പറയേണ്ടത്. ശരിക്കും ഇതിന്റെ ഈ ഈ ഈ വാല്യൂന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -6 എന്നാണ് നമുക്ക് വാല്യൂ കിട്ടുന്നത്. ഇതെന്ന് വെച്ചാൽ -6 ആണ്. അപ്പൊ അതായത് ഹൗ ടു അണ്ടർസ്റ്റാൻഡ് വാല്യൂ ഈസ് മൈനസ്. ഫസ്റ്റ് തന്നെ എന്ന് വെച്ചാൽ ചെക്ക് ദ ഫസ്റ്റ് ബിറ്റ് MSB. അതായത് നമ്മൾ MSB നോക്കുന്നു. അതായത് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിനെയാണ് നമ്മൾ MSB എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് ബിറ്റ്. ഫസ്റ്റ് ബിറ്റിനെ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്. ആ ഫസ്റ്റ് ബിറ്റ് നമ്മൾ എന്താണ്? 0 എന്നാണെങ്കിൽ അത് പോസിറ്റീവ് ആണ്, 1 എന്നാണെങ്കിൽ അത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് എന്നാണ് അർത്ഥം. പിന്നെ വെച്ചാൽ ഹിയർ ദ ഫസ്റ്റ് ബിറ്റ് ഈസ് 1. ഇതിനകത്ത് ഫസ്റ്റ് ബിറ്റ് 1 ആണല്ലോ. അപ്പൊ 1 ആയത് കാരണം നെഗറ്റീവ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. മനസ്സിലായോ? നീ ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ്, അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കുക. ഇൻ ടൂസ് കോംപ്ലിമെന്റ് ടു ഗെറ്റ് ദ പോസിറ്റീവ് വാല്യൂ ഇൻവേർട്ട് ഓൾ ബിറ്റ്സ് ആൻഡ് ആഡ് 1. ടൂസ് കോംപ്ലിമെന്റിനകത്ത് നമ്മൾ അപ്പൊ ഫസ്റ്റ് ബിറ്റ് 1 ആയത് കാരണം ഇതിന്റെ അർത്ഥം അത് നെഗറ്റീവ് ആണ്. നീ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. മനസ്സിലായോ? മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ടൂസ് കോംപ്ലിമെന്റ് ടു ഗെറ്റ് ദ പോസിറ്റീവ് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഇൻവേർട്ട് ഓൾ ബിറ്റ്സ് ആൻഡ് ആഡ് 1. അതായത് ഇപ്പൊ എനിക്ക് കിട്ടിയേക്കണത് ഈ വാല്യൂ ഇല്ലേ, ഈ വാല്യൂവിനെ നമ്മൾ എടുത്തിട്ട് അതിനെ ഇൻവേർട്ട് ചെയ്യണം. ഇൻവേർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബിറ്റ്സിനെയും 1നെ നമ്മൾ 0 എന്നും 0നെ നമ്മൾ 1 ആക്കി മാറ്റണം. അപ്പൊ എനിക്ക് ഇങ്ങനെ കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തേട്ട് 1നെ ആഡ് ചെയ്യണം. 1നെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഇങ്ങനത്തെ ഒരു വാല്യൂവിനെ നമുക്ക് കിട്ടുന്നു. മനസ്സിലായോ? 110 പിന്നെ പ്രിസീഡിങ് 0 വെച്ചിട്ട് വിച്ച് ഈസ് 6. അപ്ലൈ ദ സൈൻ. പിന്നെ എന്നാന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മള് ആദ്യമേ നമ്മൾ സൈൻ എന്താന്ന് നമ്മൾ മൈനസ് ആണെന്ന് കണ്ടുപിടിച്ചായിരുന്നു. അപ്പൊ ഈ 6ന്റെ മുൻപില് നമ്മൾ മൈനസ് എന്നും കൂടി അപ്ലൈ ചെയ്യുക. അപ്ലൈ ദ സൈൻ ടു 6 വാല്യൂ 6 അങ്ങനെ കിട്ടുമ്പോഴത്തേക്ക് എനിക്ക് -6 ഡെസിമലില് കിട്ടുന്നു. അതായത് ആഡ് 1 എന്ന് പറഞ്ഞിട്ട് ആഡ് 1 ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 6 കിട്ടി. അപ്ലൈ ദ സൈൻ. സിൻസ് ഇറ്റ് വാസ് നെഗറ്റീവ് റിസൾട്ട് ഈസ് -6. സോ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് -6 ആണ്. മനസ്സിലായോ? ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് -6 ആണ്. ഇതാണ് ടൂസ് കോംപ്ലിമെന്റ് ഫോർ -6. -6ന്റെ ടൂസ് കോംപ്ലിമെന്റ് ആണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതാണ് നമ്മള് മനസ്സിലായോ? ഇതാണ് -6. ഇതിന്റെ ഡെസിമൽ ഫോം എന്ന് പറയുന്നത്. -6ന്റെ ടൂസ് കോംപ്ലിമെന്റ് ഫോം ആണ് ഇത്. അപ്പൊ -6 ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായോ? -6 എന്ന് പറഞ്ഞ വാല്യൂ എങ്ങനെയാണ് കിട്ടണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യണം. ഇനി നമ്മൾ ലെഫ്റ്റ് ഷിഫ്റ്റ് നമ്മൾ ചെയ്യാനായിട്ട് പോവുകയാണ്. 5 ലെഫ്റ്റ് ഷിഫ്റ്റ് 1. 5 ലെഫ്റ്റ് ഷിഫ്റ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനറി ആദ്യം തന്നെ 5ന്റെ ബൈനറി കണ്ടുപിടിക്കുക. എന്നിട്ട് റൂൾ എന്ന് വെച്ചാൽ ഷിഫ്റ്റ് ഓൾ ബിറ്റ്സ് ടു ദ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ലെഫ്റ്റ് ഫിൽ വിത്ത് 0 ഓൺ ദി റൈറ്റ്. Shift all bits to the left, fill with 0 on the right.
ലെഫ്റ്റിലേട്ട് എന്താണ് ബിറ്റ്സ് ടു ദ ലെഫ്റ്റിലേട്ട് എന്താണ് ബിറ്റ്സിനെ ഫില്ല് ചെയ്യുക. മനസ്സിലായോ? ഫില്ല് വിത്ത് സീറോ ഓൺ ദി റൈറ്റ് സൈഡിലായിട്ട് സീറോയിനെ ഫില്ല് ചെയ്യുക. അപ്പൊ ഞാൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച് ലെഫ്റ്റ് ഷിഫ്റ്റ് മൾട്ടിപ്ലൈസ് ദ നമ്പർ ബൈ 2. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഞാൻ ലെഫ്റ്റിലേട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഇപ്പൊ 1 എന്ന് പറഞ്ഞ ഇതിനെ നമ്മൾ ഒരു പ്രാവശ്യം ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തു. 101 ലെഫ്റ്റ് ഷിഫ്റ്റ് 1 എന്ന് വന്നിട്ട് എഴുതുമ്പോഴത്തേക്കും ഞാൻ എന്നാന്ന് വെച്ചാൽ അതിനെ 1നെ ഞാൻ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ആ 1ന്റെ സ്ഥാനത്ത് 0 എന്ന് വന്നിട്ട് എഴുതുന്നു. 1010 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡെസിമൽ 10 ആണ്. കാരണം എന്നാ, ഓരോ ലെഫ്റ്റ് ഷിഫ്റ്റിനും നമ്പറിനെ, അതായത് 5ന്റെ വാല്യൂനെ 2 എന്ന് പറഞ്ഞിട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ എനിക്ക് 10 എന്നല്ല, അപ്പൊ ഡെസിമൽ 10 എന്ന് പറഞ്ഞിട്ടായിരിക്കും കിട്ടുന്നത്. ഡെസിമൽ 10 നമ്മൾക്ക് അത് ചെക്ക് ചെയ്യാനും പറ്റും. ഇതിന്റെ വാല്യൂ എന്താന്ന് ചെക്ക് ചെയ്യാൻ നോക്കിയാൽ മതി. അപ്പൊ 101നെ ഒരു പ്രാവശ്യം ലെഫ്റ്റിലേട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു ബിറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പൊ എന്താണ്, അല്ല ഷിഫ്റ്റ് ചെയ്ത സ്ഥലത്ത് റൈറ്റ് സൈഡിലേട്ട് ഒരു സീറോയിനെ നമ്മൾ ഫില്ല് ചെയ്യുന്നു. അപ്പൊ 1010 എന്ന് പറഞ്ഞ് കിട്ടുന്നു. ഈ റൈറ്റ് ഷിഫ്റ്റ് നമുക്ക് നോക്കാം. ഓരോ പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യുമ്പോഴും നമ്മളുടെ ആ നമ്പറിനെ 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എനിക്ക് ഒരു പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്താണ് 10 എന്ന് പറഞ്ഞ വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്. ഈ റൈറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസോൾ ഡോട്ട് ലോഗ് 5 റൈറ്റ് ഷിഫ്റ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ന്റെ വാല്യൂ 1 വെച്ചിട്ട് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നു. ബൈനറി 5101 എന്ന് വന്നിട്ട് ബൈനറി കണ്ടുപിടിക്കുന്നു. ഷിഫ്റ്റ് ഓൾ ബിറ്റ്സ് ടു ദ റൈറ്റ്, കീ സൈൻ ബിറ്റ് ഫോർ സൈൻഡ് നമ്പേഴ്സ്. ഷിഫ്റ്റ് എല്ലാ ബിറ്റ്സിനെയും റൈറ്റിലേട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അതായത് 101 കീപ് സൈൻഡ് ബിറ്റ് ഫോർ സൈൻഡ് നമ്പേഴ്സ്. എല്ലാ ബിറ്റ്സിനെ റൈറ്റിലേട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. സൈൻഡ് നമ്പേഴ്സിനകത്താണെങ്കിൽ നമ്മൾ എന്നാന്ന് വെച്ചാൽ സൈൻ ബിറ്റിനെ കീപ്പ് ചെയ്യുന്നു. ഈച്ച് റൈറ്റ് ഷിഫ്റ്റ് ഡിവൈഡ്സ് ദ നമ്പർ ബൈ 2. അപ്പൊ ഫ്ലോർ എന്നാണ് എഴുതിയേക്കുന്നത്. അതായത് നമ്പറിനെ ഡിവൈഡ് ചെയ്തിട്ട് ഫ്ലോർ, അതായത് നമ്മൾ ഡെസിമൽ ഉണ്ടാവില്ല, അതിനെ നമ്മൾ റൗണ്ട് ചെയ്തിട്ടായിരിക്കും വരുന്നത്. ഫോർ എക്സാമ്പിൾ 101 റൈറ്റ് ഷിഫ്റ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൈറ്റിലേട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. 10 റൈറ്റ് ഷിഫ്റ്റിലേട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. സൈൻ ബിറ്റിനെ നമ്മൾ സൈൻഡ് നമ്പേഴ്സ് ആയി സൈൻ ബിറ്റിനെ കീപ്പ് ചെയ്യുന്നു. അപ്പൊ ഇതിന് റൈറ്റ് ഷിഫ്റ്റിനെ ഷിഫ്റ്റ് ഒരു പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് 101നെ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് 1 എന്ന് പറഞ്ഞ വാല്യൂ പോയി. പിന്നെ സൈൻഡ് നമ്പേഴ്സ് ആണെങ്കിൽ സൈൻ ബിറ്റിനെ നമ്മൾ കീപ്പ് ചെയ്യാം. അപ്പൊ എനിക്ക് 5നെ ഓരോ പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്പറിനെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 5 ഡിവൈഡ് ബൈ 2, 2 2s are 4. അപ്പൊ നമുക്ക് 2 എന്നാണ്, 2 പോയിന്റ് എത്രയാണ്, അതിനെ റൗണ്ട് ചെയ്യുമ്പോൾ എനിക്ക് ഡെസിമൽ 2 എന്ന് പറഞ്ഞ വാല്യൂ ആണ് കിട്ടുന്നത്. അതാണ് റൈറ്റ് ഷിഫ്റ്റ്. പിന്നെ ടേണറി ഓപ്പറേറ്റർ ആണ്. ടേണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷണൽ ഓപ്പറേറ്റർ ആണ്. അത് കണ്ടീഷനെ ഇവാലുവേറ്റ് ചെയ്യും ആൻഡ് റിട്ടേൺസ് വൺ ഓഫ് ടു വാല്യൂസ് ഡിപ്പെൻഡിങ് ഓൺ വെദർ ദി കണ്ടീഷൻ ഈസ് ട്രൂ ഓർ ഫാൾസ്. അത് കണ്ടീഷണൽ ഓപ്പറേറ്റർ ആണ്. അത് കണ്ടീഷനെ ഇവാലുവേറ്റ് ചെയ്യും. അത് വൺ ഓഫ് ടു വാല്യൂസ്, ഏതെങ്കിലും ഒരു വാല്യൂനെ, അതായത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു വാല്യൂനെ റിട്ടേൺ ചെയ്യും, ഫാൾസ് ആണെങ്കിൽ വേറെ ഒരു വാല്യൂനെ റിട്ടേൺ ചെയ്യും. ഏതെങ്കിലും ഒരു വാല്യൂനെ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഇതാണ് സിൻടാക്സ് എന്ന് പറഞ്ഞാൽ. കണ്ടീഷനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, ട്രൂ ആണെങ്കിൽ ഒരു വാല്യൂനെ, ഫാൾസ് ആണെങ്കിൽ വേറെ ഒരു വാല്യൂനെ. ലെറ്റ് ഏജ് ഈക്വൽ ടു 18 എന്ന് വന്നിട്ട് വരുവാണെങ്കിൽ ലെറ്റ് റിസൾട്ട് ഈക്വൽ ടു ഏജ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 18 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ ആണ്. അപ്പൊ നമുക്ക് എന്നാന്ന് വെച്ചാൽ രണ്ടും ട്രൂ ആയത്, അപ്പൊ ഈ വാലുവേറ്റ് ചെയ്യുമ്പോ എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ അഡൽട്ട് എന്നും ഇതിനെ മൈനർ എന്നും പറഞ്ഞു വരുന്നു. അഡൽട്ട് എന്ന് വന്നിട്ട് വരുന്നു. അപ്പൊ കൺസോൾ ഡോട്ട് ലോഗ് റിസൾട്ട് അഡൽട്ട് എന്ന് പറഞ്ഞ ഇതിനെ എനിക്ക് കിട്ടുന്നു.
എന്താ അഡൽട്ട് എന്ന് പറഞ്ഞ വാല്യൂവിനെ എനിക്ക് കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് നീ ടൈപ്പ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു വരുന്നു. ഏജ് എന്ന് പറഞ്ഞാൽ 18 ആണ്. 18 > 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡൽട്ട് ആണ്. ട്രൂ ആണെങ്കിൽ അഡൽട്ട് തന്നെയല്ലേ റിട്ടേൺ ചെയ്യണം. അപ്പൊ റിസൾട്ട് അഡൽട്ട് ആയിരിക്കും. ടൈപ്പ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ ഈസ് ദ ഓൺലി ഓപ്പറേറ്റർ ദാറ്റ്സ് നോട്ട് റെപ്രസെന്റഡ് ബൈ സിമ്പിൾസ്. സിമ്പിൾസ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാത്ത ഓപ്പറേറ്ററിനെയാണ് നമ്മൾ ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അത് സിമ്പിൾസ് വെച്ചിട്ടല്ല റെപ്രസെന്റ് ചെയ്യുന്നത്. This operator is used to check the data type of the value placed on the right side of the operator. ഈ ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ആ വാല്യൂവിന്റെ ഡാറ്റ ടൈപ്പിനെ ചെക്ക് ചെയ്യാനായിട്ടാണ്. അതായത് ഓപ്പറേറ്ററിന്റെ റൈറ്റ് സൈഡില് പ്ലേസ് ചെയ്തേക്കുന്ന വാല്യൂവിന്റെ ഡാറ്റ ടൈപ്പിനെ ചെക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് സിമ്പിൾസ് വെച്ചിട്ടല്ല റെപ്രസെന്റ് ചെയ്യുന്നത്. റൈറ്റ് സൈഡിലുള്ള വാല്യൂ പ്ലേസ് ചെയ്തേക്കുന്ന വാല്യൂവിന്റെ ഡാറ്റ ടൈപ്പിനെ ചെക്ക് ചെയ്യാനായിട്ടാണ്. അപ്പൊ ഇൻസ്റ്റൻസ് ഓഫ്, അപ്പൊ ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സിനകത്ത് ഒരെണ്ണമാണ് ഇൻസ്റ്റൻസ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്സ് വെദർ ആൻ ഒബ്ജക്റ്റ് ബിലോങ്സ് ടു പർട്ടിക്കുലർ ക്ലാസ് ഓർ കൺസ്ട്രക്ടർ. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ക്ലാസ് അല്ലെങ്കിൽ കൺസ്ട്രക്ടറിനോട് ബിലോങ് ചെയ്തതാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് ഇൻസ്റ്റൻസ് ഓഫ് എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുന്നത്. അത് ഒരു ടൈപ്പ് ഓപ്പറേറ്റേഴ്സിന്റെ ഒരു ടൈപ്പ് ആണ്. 2 ടൈപ്സ് ഉണ്ട്. ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ ഉണ്ട്, പിന്നെ ഇൻസ്റ്റൻസ് ഓഫ് ഉണ്ട്. അപ്പൊ നമുക്ക് ടൈപ്പ് ഓഫ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കൺസോൾ ഡോട്ട് ലോഗ് ടൈപ്പ് ഓഫ് 1 2 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 2 3 എന്ന് പറഞ്ഞ റൈറ്റ് സൈഡിനകത്ത് 1 2 3 ആണ്. അതിന്റെ ടൈപ്പ് എന്താണ്? നമ്പർ എന്നാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. കൺസോൾ ഡോട്ട് ലോഗ് ടൈപ്പ് ഓഫ് ഹായ് എന്ന് പറഞ്ഞിട്ട് വരുവാണെങ്കിൽ എനിക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് സ്ട്രിങ് എന്നാണ്. പിന്നെ കൺസോൾ ഡോട്ട് ലോഗ് 1 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അറേ ആണത്. ഇൻസ്റ്റൻസ് ഓഫ് അറേയുടെ ഇൻസ്റ്റൻസ് ആണോ? ആണ്. അപ്പൊ ഇൻസ്റ്റൻസ് ഓഫ് എന്ന് വെച്ചാൽ ഈ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർട്ടിക്കുലർ ക്ലാസ് ഓഫ് കൺസ്ട്രക്ടർ. അപ്പൊ ഈ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാവാസ്ക്രിപ്റ്റ് എവറിത്തിങ് ദാറ്റ് ഈസ് നോട്ട് പ്രിമിറ്റീവ്, അതായത് സ്ട്രിങ്, നമ്പർ, ബൂളിയൻ, നള്ള്, അൺഡിഫൈൻഡ്, സിമ്പൽ, ബിഗിന്റ്, ഇതൊക്കെ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് ആണ്. ഇതല്ലാത്ത ഏതും എന്താണ്? ഒബ്ജക്റ്റുകളാണ്. അപ്പൊ ഇത് അറേ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാലും ഒബ്ജക്റ്റ് ആണ്. അപ്പൊ പ്രിമിറ്റീവ് അല്ലാത്ത എന്തും എന്താണ്? ഒബ്ജക്റ്റ് ആണ് ജാവാസ്ക്രിപ്റ്റിനകത്ത്. അപ്പൊ അറേ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ക്ലാസ്സോ അല്ലെങ്കിൽ കൺസ്ട്രക്ടറിനോ ബിലോങ് ചെയ്യുന്നത്. അപ്പൊ 1 2 എന്ന് പറയുന്ന ഇൻസ്റ്റൻസ് ഓഫ് അറേ, അതെ. അപ്പൊ അത് ട്രൂ എന്ന് പറഞ്ഞ് എഴുതുന്നു. അപ്പൊ അറേ എന്ന് പറഞ്ഞ 1 2 എന്ന് പറഞ്ഞ ഇൻസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റ് ട്രൂ എന്നാണ്. ഒബ്ജക്റ്റിന് ഇൻസ്റ്റൻസ് ആണോ? അതെ, അതും ട്രൂ ആണ്. അപ്പൊ അതാണ് നമ്മൾ എഴുതിയേക്കുന്നത്. അപ്പൊ ഇൻസ്റ്റൻസ് ഓഫ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ ആണ് ടൈപ്പ് ഓപ്പറേറ്റേഴ്സിനകത്ത് വരുന്നത്. ഇതാണ് നമ്മളുടെ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ.